ഇപ്പോൾ സുരേഷ് ഗോപിയെ നിരന്തരമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് മന്ത്രി ഗണേഷ് കുമാർ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമങ്ങൾ, അതിനെതിരെ ഒരു തൃശ്ശൂർകാരി എന്നുള്ള നിലയിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാൻ നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ ഡയലോഗിൽ തന്നെ ഞാൻ പറയാം, തന്തയ്ക്ക് പറക്കാത്തതുകൊണ്ട് അത്ര തന്നെ ഉള്ളൂ. അതിപ്പോൾ ആളുടെ ഈ ഗണേഷ് ഉണ്ണിയുടെ എന്താ പറയുക, അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും പറയാനില്ല, തന്ത തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പറക്കാത്തവനാണ് അവൻ എന്നുള്ളത്. അത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, ഗണേഷ് തന്തയ്ക്ക് പറക്കാത്തവനാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ പറയുന്നതും ചെയ്യുന്നതും. ചേച്ചി, ഇപ്പോൾ തൃശ്ശൂരിലെ MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തിന് നേരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം അങ്ങനെ ആക്രമിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും അല്ല. ആളത്രയും ആൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മനുഷ്യൻ, അതായത് സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു കൊളോക്കൽ വേർഡ് പറയുകയാണെങ്കിൽ, മൂക്കിന് താഴെ, അതായത് മൂക്ക് കീഴ്പ്പെട്ടുള്ളവരെല്ലാവരും ആളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. കാരണം ആൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഈവൻ MP ആവുന്നതിന് മുന്നേ വരെ ഓരോ പ്രവൃത്തികളും തൃശ്ശൂരിന് വേണ്ടിയിട്ടായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും വളരെയധികം സജീവമായിട്ട് നിന്ന് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. ആളുടെ ഫാമിലി പോലും ഇൻവോൾവ് ചെയ്യിക്കാണ്ട്, ബാക്കിയുള്ള അതിലുപരി തൃശ്ശൂരിനെ അത്രയും നല്ല രീതിയിൽ കണ്ട് എന്താ പറയുക, നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ SG സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ത്രീജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വാധീനമുണ്ടല്ലോ, അത് വലിയ തരത്തിൽ ഇലക്ഷൻ അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് നിസ്സാരമായിട്ട് സാധിച്ചു. അത് ഇപ്പോഴും അദ്ദേഹത്തിന് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴും ആൾക്കത് കൂടിയിട്ടേ ഉള്ളൂ, വളരെയധികം. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും സുരേഷ് എന്ന് പറയുമ്പോഴേക്കും അവർ നമ്മുടെ SG സാറ് അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ, വലിയച്ഛൻ എന്ന് അങ്ങനെ പറയുന്നവരെ ഉണ്ട്. പിന്നെ ഒരു ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകർ തന്നെയാണ് ആളെ വിളിക്കുക നല്ലച്ഛൻ എന്നാണ് ആളെ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം വളരെയധികം ആളിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടും നമ്മുടെ ലേഡീസിനോട് മിങ്കിൾ ചെയ്യുന്ന രീതി, അവരെ പ്രത്യേകിച്ച് അമ്മമാരെ പോലുള്ളവർ വളരെയധികം റെസ്പെക്റ്റ് ചെയ്ത് മാത്രമേ ആൾ സംസാരിച്ചുള്ളൂ. കൂടിയിട്ടേ ഉള്ളൂ ആളോടുള്ള സമയം. ഗണേഷ് കുമാർ മന്ത്രി, അദ്ദേഹം നിരന്തരമായിട്ട് പുള്ളിക്കാരനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ പറയുന്നു, പരിഹസിക്കുന്നു, കളിയാക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളെല്ലാവരും അതിനെ വലിയ വാർത്തയാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ കുറേ അദ്ദേഹത്തിന് എതിരാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്? സുരേഷ് ഏട്ടനെ എന്തിനു പ്രതിരോധിക്കണം? കാരണം ബുദ്ധിയില്ലാത്തവർ പറയുന്നതനുസരിച്ച് നമ്മളതനുസരിച്ച് പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ചിലവർ പറയുന്നുണ്ട്, ഇപ്പോൾ വഴി പോകുന്ന പട്ടി കുരയ്ക്കുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ പറയും അത് പേ പിടിച്ചിട്ടാണ് എന്നുള്ളത്. ഇത് നമുക്ക് വളരെ കട്ടൻ ക്ലിയറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആളോടുള്ള അസൂയാവഹമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് SG കൈവരിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രത്യേകിച്ചും ഈ ഗണേഷ് എന്ന് പറയുന്ന ആളുടെ ഒരു സഹപ്രവർത്തകൻ കൂടി ആണ്. ആളുടെ എല്ലാ രീതിയിലും ഒരുവിധം കമ്മീഷണർ തൊട്ടിട്ടുള്ള ഫിലിം എടുത്ത് നോക്കിയാലും അറിയാം, ആളുടെ പിന്നിൽ നിന്ന് അത്രയധികം ഒരുമിച്ച് വർക്ക് ചെയ്തത്. എന്നിട്ടും ആളിങ്ങനെ കുത്താന്ന് പറയുമ്പോൾ അത് ആളുടെ ഒന്നില്ലെങ്കിൽ ആളെ ചികിത്സിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ MP എന്നുള്ള ഒരു പ്രവർത്തനം, തൃശ്ശൂർ ഇതിന് മുന്നുള്ള MP-മാരുടെ എല്ലാം പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് ആൾക്ക്. കാരണം തൃശ്ശൂരിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും വളരെയധികം പ്രവർത്തനം ആൾ കൊടുത്തിട്ടുമുണ്ട്, അതുപോലെ നടന്നു വരുന്നുമുണ്ട് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ അദ്ദേഹം മത്സരിച്ച സമയത്ത് ഇവിടെയൊക്കെ മുന്നിലെത്തിയാണ് BJP. അത് നിലനിർത്താൻ വരാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമോ BJPക്ക്? തീർച്ചയായിട്ടും അതിൽ കൂടുതൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ നമ്മൾ തന്നെ എടുക്കും. ഇപ്പോൾ അവസാനമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും ഗണേഷ് കുമാറിൻ്റെ കുടുംബജീവിതവും, ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ പൊതുസമൂഹം ബെറ്ററായിട്ട് കാണേണ്ടത് ഏതാണ്? ശരിക്കും മുന്നേ എല്ലാവർക്കും അറിയാം, ഗണേഷ് ജിയുടെയും സുരേഷ് ജിയുടെയും ലൈഫ് നോക്കുമ്പോൾ നമുക്കറിയാം, ആൾക്ക് സുരേഷ് ഏട്ടൻ ഏകപത്നി ആളാണ്. പക്ഷേ SG മറ്റേ നമ്മുടെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പോലെയാണ്. ഈവൻ നമ്മുടെ സോളാർ പുത്രി വരെ തന്നെ അയാളുടെ പോക്കറ്റിലാണ് എന്നുള്ള. ആളുടെ അച്ഛനായാലും ഈ പറയുന്ന പോലെ സോളാർ പുത്രിയുടെ മോൾക്ക് ചിലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഗണേഷ് കുമാർ വലിയ മാന്യനായിട്ട് പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് എന്നെ അറിയാമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൊരു മറുപടി ഉണ്ടാവുമല്ലോ, അതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആർക്ക് പറയാൻ? ഈ ജനങ്ങൾക്ക്. ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്. അപ്പോൾ അത് സുരേഷ് ഗോപിയെ അപമാനിച്ചുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഗണേഷ് കുമാറിനോട്
ചോദിക്കാനുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. അത് ഇതൊക്കെ തന്നെ ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ആളോട് ചോദിക്കാനുണ്ടാവില്ല. കണ്ടു കഴിഞ്ഞാൽ ഉടൻ അറ്റാക്ക് എന്നുള്ള രീതി തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അത് എൻ്റെ ഒരു വ്യൂവിലാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇനി അങ്ങനെ ഒരു താരതമ്യം ചെയ്യാനായിട്ടില്ല. കാരണം എപ്പോഴും തട്ട് SGയുടെ തന്നെയാണ് നോക്കുമ്പോൾ. കാരണം ഇവരുടെ ലൈഫ് നമുക്ക് പബ്ലിക്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഒരുവിധം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ജനാർദ്ദനൻ. ഇവിടെ തൃശ്ശൂർ എന്താ ജോലി എന്താ? തൃശ്ശൂർ ഓട്ടോ ഓടിക്കലാണ്. ചേട്ടാ ഇപ്പോൾ തൃശ്ശൂരിലെ MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും എതിരായിട്ടുള്ള പ്രചരണങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള പരിഹാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വളരെ വിഷമം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആളും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയും സുരേഷ് ഗോപി ഇവിടെ ഇരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 7 അയൽവക്കത്തൂടെ പോകാനുള്ള യോഗ്യത ഈ ഗണേഷ് കുമാറിനില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗണേഷ് കുമാറിൻ്റെ ഈ ഓരോരോ പാർട്ടി വിഷയങ്ങളും അതുപോലെ തന്നെ അയാളുടെ അച്ഛനായിട്ട് പറയണ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഈ ഗണേഷ് കുമാറിനെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയെന്നുള്ളത് പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമെന്ന രീതിയാണ്. യാഥാർത്ഥ്യമാണ്. അതായത് ജനങ്ങൾക്ക് ഉപകാരമില്ല. ആ സ്ഥാനത്ത് വേറൊരു അങ്ങനൊരു സംഭവമായിട്ടാണ് ആളിരിക്കുന്നത്. അതുപോലെയല്ല സുരേഷ് ഗോപി ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെല്ലാനും പ്രവർത്തിക്കാനും അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും കണ്ടറിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്. പല ആളുകൾക്ക് പല ഉപകാരങ്ങളും ഇപ്പോൾ കുറച്ച് ചെയ്തിട്ടുള്ളത് ആവണിശ്ശേരി പഞ്ചായത്തിന് ഖാദിക്ക് വേണ്ടി ഒരു 40 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതി, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ക്രസ്റ്റ് കോളേജിന് 9.5 കോടി രൂപ ഡെവലപ്മെൻറ്റിനായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പരിപാടികളും നടത്താനായിട്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കുറേ ആളുകൾ കൂടി കല്ലെറിയുണ്ട്. ആ കല്ലേറിനനുസരിച്ചാണ് ആൾ ഇത്രയും ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ തൃശ്ശൂർ 75,000-74,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള കാരണം ഈ കോൺഗ്രസും മാർക്സിസ്റ്റും കൂടി അപ്പുറത്തും നിന്നിട്ട് ഇങ്ങനെയുള്ള ഈ വേണ്ടാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കലാണ് ആൾക്ക് വളരാനും വളർച്ച ഉണ്ടാവാനുള്ള കാരണം. ഇനിയും ആൾ ഒരു മത്സരത്തിൽ നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്ത് നിൽക്കാൻ 2 സ്ഥലത്തും ജയിക്കാനാണ് സാധ്യത. അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വിലയിരുത്തുന്നത് ആളെ. ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ പുള്ളിക്കെതിരെ, അത് കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സുരേഷ് ഗോപി? രാഷ്ട്രീയക്കാരനായിട്ട് കൂട്ടാൻ പറ്റില്ല സുരേഷ് ഗോപി എല്ലാ രാഷ്ട്രീയ ആളുകൾക്കും ഉപകാരം ചെയ്യുന്ന ആളാണ്. നന്മ ആര് ദുരിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് സഹായിക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയ അങ്ങനെ ജാതി ഭേദമന്യേ ആൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ആരാധനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചേട്ടപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു 9 മാസത്തെ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിലാണ് കാണുന്നത്? 9 മാസത്തെ പ്രവർത്തനം മറ്റേ പ്രതാപൻ